എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന 4 ഇയർ UG പ്രോഗ്രാം സെമസ്റ്റർ 1 ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. സമയം കളയേണ്ട, ഒന്നാമത്തെ ക്വസ്റ്റ്യനോട്ട് നമുക്ക് പോവാം. എന്താണ് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ നെഗറ്റീവ് കോൺസിക്വൻസ് ഓഫ് ഇനേഷ്യ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്? ഇനേഷ്യ ഇൻവെസ്റ്റ്മെന്റ് അനുഭവിക്കുന്ന ഒരാൾക്ക് സംഭവിക്കാവുന്ന ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇനേഷ്യ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലെ MCQയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ a tendency to resist the changes in an investment portfolio. ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ ചേഞ്ചസ് വരുന്നതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള, പ്രതിരോധിക്കാനുള്ള ഒരു വ്യക്തിയുടെ ടെൻഡൻസിയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇനേഷ്യ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിച്ചത്. അപ്പൊ ചേഞ്ചസിനെ, ഇൻവെസ്റ്റ്മെന്റിലുള്ള ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെൻഡൻസി ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അങ്ങനെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് നമുക്ക് ഉണ്ടാകുന്നത്, അല്ല ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് കോൺസിക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിൽ ഒരെണ്ണം നെഗറ്റീവ് കോൺസിക്വൻസും ബാക്കിയൊക്കെ നമുക്ക് എന്താണ് പോസിറ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്? ഓപ്ഷൻ എ പറയുന്നു റെഡ്യൂസ്ഡ് ഫീ അസോസിയേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇനേഷ്യ ഓഫ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം? റെഡ്യൂസ്ഡ് ഫീ അസോസിയേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ്. പുതിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ചില ഫീസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ ചില ചാർജസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും, കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. 2 ഓപ്ഷൻ ബി, എ ഗ്യാരണ്ടീഡ് പാത്ത് ടു അച്ചീവ് എ ഫിനാൻഷ്യൽ ഗോള്. നമുക്ക് ഫിനാൻഷ്യൽ ഗോള് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്ത്, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പാത്ത് നമുക്ക് എന്താണ് കിട്ടുന്നു എന്നുള്ളതാണ് അടുത്ത ഓപ്ഷനിൽ പറയുന്നത്. അടുത്താണ് ഇൻക്രീസ്ഡ് കംഫർട്ട് വിത്ത് സ്റ്റാറ്റസ് ക്വോ. അടുത്തെന്താണ് നമ്മുടെ പറയുന്നു? സ്റ്റാറ്റസ് ക്വോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നിലവിൽ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്, അവിടെ നമുക്ക് എന്താണ് ഒരു റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട്, അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, കംഫർട്ടബിൾ ആണ്. ആ ഒരു സ്റ്റാറ്റസ് ക്വോ വിട്ട് നമുക്ക് എന്താണ് പുതിയ ഒന്നിലോട്ട് മാറാനായിട്ട്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സോണിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ വരുന്നു. അപ്പൊ ഇൻക്രീസ്ഡ് കംഫർട്ട്, അങ്ങനെയുള്ള കൂടുതൽ കംഫർട്ടാണ് പലപ്പോഴും എന്താണ് ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത്. അടുത്ത പറയുന്നതാണ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ഇൻ ദ പോർട്ട്ഫോളിയോ. നമ്മുടെ നിലവിലുള്ള പോർട്ട്ഫോളിയോയുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് 4ാമത്തെ ഓപ്ഷനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ പൊട്ടൻഷ്യൽ നെഗറ്റീവ് കോൺസിക്വൻസ് ഓഫ് ഇനേഷ്യ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഔട്ട് ഓഫ് 4 ഓപ്ഷൻസ് ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, റൈറ്റ് ആൻസർ ഈസ് എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ഇൻ എ പോർട്ട്ഫോളിയോ. അപ്പൊ നിങ്ങൾ എന്താണ് ഒരു ഇനേഷ്യ ഓഫ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിലെ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ടെൻഡൻസിയാണ് നമ്മുടെ മൈൻഡിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നെഗറ്റീവായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മിസ് ചെയ്യും. പുതിയ പോർട്ട്ഫോളിയോയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ചില റിട്ടേൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടുമായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മിസ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഷോർട്ട് റണ്ണിലായിരിക്കാം, ലോങ് റണ്ണിലായിരിക്കാം, അല്ല നമ്മുടെ വെൽത്ത് ക്രിയേഷനിലായിരിക്കാം, നമ്മുടെ എന്താണ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിനകത്തായിരിക്കാം. ദെൻ ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പുതിയ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാലുള്ള നെഗറ്റീവ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഡസ് നോട്ട് ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റുകൾ കിട്ടും നമുക്കറിയാം. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഡസ് നോട്ട് ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡസ് നോട്ട് ഹെൽപ്പ് ചെയ്യാത്ത ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറുകളായിരിക്കും, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ട് കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു ടു അവോയ്ഡ് അൺപ്ലാൻഡ് എക്സ്പെൻസ്. നമുക്ക് വരാൻ സാധ്യതയുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ആൾക്കാർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ചില അൺപ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ ഉള്ള ആൾക്കാർക്കുള്ള ഒരു ക്വാളിറ്റി ആണോ ഇല്ലാത്ത ആൾക്കുള്ള ക്വാളിറ്റി ആണോ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബിയിൽ പറയുന്നു എ ബാലൻസ്ഡ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ്. നമ്മുടെ ഇൻകവും എക്സ്പെൻസും തമ്മിൽ, അല്ല നമ്മുടെ വരവും ചെലവും തമ്മിൽ എപ്പോഴും നമുക്കൊരു ബാലൻസ് ഉണ്ടാവും. വരവിനനുസരിച്ചായിരിക്കും ചെലവുകൾ നടത്തുന്നത്.
അപ്പം നമ്മുടെ ഓപ്ഷന് ആൻസറുമായിട്ട് സാധ്യതയുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ സിയിൽ പറയുന്നതാണ് ടു അവോയ്ഡ് ഡെപ്റ്റ് ട്രാപ്പ്, കടക്കണിയിൽ പെടാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എന്താണ്? ടു അപ്ലൈ ലോൺ ബിയോണ്ട് ദ ക്രെഡിറ്റ് കപ്പാസിറ്റി. ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ആള് അവരുടെ ക്രെഡിറ്റ് കപ്പാസിറ്റിക്ക് അപ്പുറത്തും അയാൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിൽ ഒരു ഓപ്ഷൻ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാതെ ഉള്ള ആൾക്കുള്ളതാണ്. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബാക്കി 3 ഓപ്ഷൻസ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ആണ്, ബെനിഫിറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പൊ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ചില ഗുണങ്ങൾ അല്ലെങ്കിൽ ചില ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ദെൻ വളരെ പെട്ടെന്ന് നമുക്ക് അതിലെ കുറച്ച് പോയിന്റ്സ് നോക്കി പോകാം. ടു അവോയ്ഡ് അൺപ്ലാൻഡ് എക്സ്പെൻസ്, ആവശ്യമില്ലാത്ത എക്സ്പെൻസുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻകവും എക്സ്പെൻസ് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. കടക്കെണിയിൽ പെടാതെ, ഡെപ്റ്റ് ട്രാപ്പിൽ പെടാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ദെൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള സ്കീമുകളിൽ മാത്രമേ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബഡ്ജറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നെസസറി ആയിട്ടുള്ള എക്സ്പെൻസുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ആള് എപ്പോഴും എന്താണ്, കുട്ടികളുടെയും ഫാമിലിയുടെയും കാര്യത്തിൽ കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിങ്സ് ഓപ്ഷൻസ് ആയിരിക്കും നടത്തുന്നത്. അതുപോലെ തന്നെ എന്താണ്, ദെൻ സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മോർ ഇൻ എ ഫോർമൽ ചാനൽ. നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ചാനലുകളിൽ മാത്രമേ നമ്മൾ പലപ്പോഴും സേവ് ചെയ്യത്തുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ എന്താണ്, നമുക്ക് ഇൻകം ടാക്സ് പ്രോപ്പറായിട്ട് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫയൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും റിട്ടേൺ. അതുപോലെ ഇൻഷുറൻസിന്റെ പ്രീമിയം നമ്മൾ കറക്റ്റ് ഡ്യൂ ഡേറ്റിൽ തന്നെ കൊടുക്കും. മറ്റെന്തെങ്കിലും ബില്ലുകൾ ഉണ്ടെങ്കിൽ, പേയ്മെന്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓൺ ടൈമിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എമർജൻസി ഫണ്ട് നമുക്ക് എപ്പോഴും കൈവശം ഉണ്ടായിരിക്കും. റിട്ടയർമെന്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള എന്താണ്, കുറച്ചധികം ബെനിഫിറ്റ്സുകൾ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സുകളാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞിരുന്നത്? ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ അയാൾക്ക് വരാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ദെൻ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഡസ് നോട്ട് ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ. ദെൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടു അപ്ലൈ ലോൺ ബിയോണ്ട് ദ ക്രെഡിറ്റ് കപ്പാസിറ്റി. നമുക്ക് കടമെടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ എന്താണ്, ലോണിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, നമ്മുടെ അസറ്റിനേക്കാൾ കൂടുതൽ ലൈബിലിറ്റി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. കടമാണ് കൂടുതൽ എന്തിനേക്കാൾ, നമുക്കുണ്ടായിരിക്കുന്ന അസറ്റിനേക്കാൾ ആ ഒരു സിറ്റുവേഷനിലോട്ട്, അല്ലെങ്കിൽ കൂടുതൽ കടത്തിനെ ആശ്രയിക്കുന്ന സിറ്റുവേഷനിലോട്ട് പോകുന്നു. അതെന്തുകൊണ്ടാണ്? തൊട്ടു മുന്നേ നമ്മൾ കണ്ട ആ പറഞ്ഞ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞ ഫാക്ടർ ഇല്ലാത്ത 3 കാര്യങ്ങളാണ് ഇവിടുത്തെ മറ്റ് ഓപ്ഷൻ എ, ബി ആൻഡ് സി ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അസേർഷനകത്ത് പറയുന്നത് എന്താണ്? അസേർഷൻ ഒരു അവകാശവാദമാണ്. എന്താണ് അവകാശവാദത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അസേർഷനകത്ത് പറഞ്ഞിരിക്കുന്നത്? എ ക്രെഡിറ്റ് സ്കോർ ഓഫ് 750 ഈസ് കൺസിഡർ എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചോളം അയാളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു 750 അല്ലെങ്കിൽ 750 എബോവ് ആണെങ്കിൽ അത് ഗുഡ് ക്രെഡിറ്റ് സ്കോർ ആണെന്ന് പറയുന്നു. അതാണ് അസേർഷനിൽ പറയുന്ന അവകാശവാദത്തിനകത്ത് പറയുന്നത്. ഇനി ആ അസേർഷനെ എന്താണ് കണ്ണിക്കുന്ന, അല്ലെങ്കിൽ ആ അസേർഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊരു റീസൺ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട്, അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, ഇങ്ങനെ ഒരു അവകാശവാദം പറയുമ്പം അങ്ങനെ പറയണമെങ്കിൽ അതിനൊരു റീസൺ വേണം. അപ്പൊ ആ റീസൺ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ ഇൻഡിക്കേറ്റ് എ ഹയർ റിസ്ക് ഫോർ ലെൻഡേഴ്സ്. എന്താ റീസൺ പറഞ്ഞിരിക്കുന്നത്? ഗുഡ് ക്രെഡിറ്റ് സ്കോർ, അതായത് തൊട്ട് മുന്നേ പറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഗുഡ് ആണ് എങ്കിൽ ദ ഹയർ റിസ്ക് ഫോർ ലെൻഡേഴ്സ്, പൈസ തരുന്ന ആൾക്കാർക്ക് റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈ ക്രെഡിറ്റ് സ്കോർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒരു അവകാശവാദം ഉണ്ട്, അതിന്റെ റീസൺ ഇതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ബോത്ത് എ ആൻഡ് ആർ 2 രണ്ടും ശരിയാണ്. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി അടുത്ത് പറയുന്നതാണ്
ബോത്ത് എ ആൻഡ് ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഇൻഡിവിജ്വലി ശരിയാണ്. എന്നാൽ ആർ എന്ന് പറയുന്നത് അല്ല റീസൺ എന്ന് പറയുന്ന കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഇനി അടുത്ത് പറയുന്നത് എ ശരിയാണ്, ആറ് തെറ്റാണ്. അടുത്ത ഓപ്ഷനിൽ പറയുന്നു എ തെറ്റാണ്, ആറ് ശരിയാണെന്ന് പറയുന്നു. അപ്പൊ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓക്കെ, ആൻസറിലോട്ട് നമുക്ക് പോവാം. ദെൻ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫെയിൽ. അല്ലെ, ആറ് തെറ്റാണ്, അല്ല റീസൺ പറയുന്നത് തെറ്റാണ്. അവർ അവകാശവാദം ശരിയൊക്കെയാണ്, അസേഷൻ ശരിയാണ്. എന്താണ്? എ ക്രെഡിറ്റ് സ്കോർ ഓഫ് 750 ഈസ് കൺസിഡർ എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ. ഒരു 750 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ക്രെഡിറ്റ് സ്കോർ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എന്താണ്? ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഗുഡ് ക്രെഡിറ്റ് സ്കോർ ആണെന്ന് പറയുന്നു. ആ അവകാശവാദം ശരിയാണ്, എ ഈസ് ട്രൂ. പക്ഷെ ഇതിന് പറഞ്ഞിരിക്കുന്ന റീസൺ എന്താണ്? എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ ഇൻഡിക്കേറ്റ് ഹയർ റിസ്ക് ഫോർ ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പൈസ തരുന്ന ആൾക്ക് ഈ ക്രെഡിറ്റ് സ്കോർ കൂടി നിൽക്കുന്ന ഒരാൾക്ക് പൈസ കൊടുക്കുന്ന റിസ്ക് ആണെന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു റീസൺ ആണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറയാം. കാര്യം എന്താണ്? എല്ലാ ബാങ്കുകളും ലോൺ കൊടുക്കുന്നതിന് മുമ്പ് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യും. ആ വ്യക്തിക്ക് സഫീഷ്യന്റ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാക്സിമം എമൗണ്ട് ലെൻഡ് ചെയ്യാനായിട്ട് ബാങ്കുകൾ തയ്യാറാകും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറാകും. ക്രെഡിറ്റ് സ്കോർ കുറയും തോറും നമുക്ക് കിട്ടുന്ന ലോണിന്റെ ലഭ്യത എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.